തങ്കരാജിനെ ചതിച്ചു. തങ്കരാജിനെ ചതിച്ചു. ശരിയാണോ? ശരിയാണ്. തങ്കരാജ് ആരെന്നറിയോ? ഇല്ല. തങ്കരാജ് ഒരു പാവം മനുഷ്യനാണ്. കാസർഗോഡുകാരനാണ്. ഭാര്യയുണ്ട്, 2 ഇരട്ട കുട്ടികളുണ്ട്. പെൺമക്കളാണ്, നല്ല മിടുക്കി കുട്ടികൾ. ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ഒരു തൊഴിൽ തേടും അല്ലേ? അങ്ങനെ തങ്കരാജ് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു JCB മേടിച്ചു. JCBക്ക് വേണ്ടി 37 ലക്ഷം രൂപയായി. കയ്യിലുള്ള അത്യാവശ്യം വീടൊക്കെ പണയം വെച്ചു, ഭാര്യയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചു. എന്നിട്ട് ബാങ്ക് ലോണും എടുത്ത് ഒരു JCB മേടിച്ചു. അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. അങ്ങനെ ലോണൊക്കെ അടച്ച് 2 പെൺമക്കളുണ്ട്, ഇരട്ട കുട്ടികളാണ്. ഒരേപോലെ വളർന്നു വരിക, പഠിക്കാൻ മിടുക്കരുമാണ്. ഒരേ സമയത്ത് വരെ കെട്ടിച്ചയക്കണം, കടം വീട്ടണം. 37 ലക്ഷം രൂപയുടെ ബാധ്യത. 37 ലക്ഷം രൂപയ്ക്ക് ഒരു JCB മേടിച്ചാൽ അതിൻ്റെ കടമൊക്കെ അടച്ച് തീർക്കുമ്പോൾ ഒരു 50-60 ലക്ഷം രൂപയാണ്, അറിയാമല്ലോ. നമ്മൾ ഈ ഹൗസിംഗ് ലോൺ മേടിക്കുമല്ലോ, ഹൗസിംഗ് ലോൺ എടുത്ത് കഴിയുമ്പോൾ ഒന്ന് കണക്കൂട്ടി നോക്കണം. 15 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ മേടിച്ചാൽ 15-20 വർഷം കൊണ്ട് 50 ലക്ഷം രൂപ എടുത്ത് അടയ്ക്കുന്നുണ്ട്. പിന്നീടൊരു ആശ്വാസം ഒരു വീട് കിട്ടിയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ലോണെന്ന് പറയുന്നത് വലിയ തട്ടിപ്പാണ്. പക്ഷേ മനുഷ്യർക്ക് ലോൺ എടുക്കാതെ ഒരു നിവൃത്തിയില്ലാതെ നമ്മൾ വിട്ടുപോകണം. അങ്ങനെയാണ് തങ്കരാജും ഈ JCB മേടിച്ചു. അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. അങ്ങനെ തങ്കരാജ് ചതിക്കപ്പെട്ട കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. തങ്കരാജിൻ്റെ ബാധ്യത അല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ് പറയുന്നത്. ഈ ചന്ദേര പോലീസ് സ്റ്റേഷൻ കാസർഗോഡ്, അതിൻ്റെ പരിധിയിലാണ് തങ്കരാജും കുടുംബവും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അല്ലലില്ലാതെ താമസിക്കുന്നു. JCB ഉള്ളതുകൊണ്ട് അത്യാവശ്യം പണിയുണ്ട്. പണി എന്ത് പണിയാണെന്നറിയില്ല, കൂടുതലും മണ്ണ് മാന്തി എടുക്കുക, നികത്തുക, ഇതൊക്കെയാണ് പണി. അങ്ങനെ ഇരിക്കെ തങ്കരാജിനെ നസ്രത്തുൽ ഇസ്ലാം ജമായത്ത് പള്ളിക്കമ്മിറ്റിക്കാരെ വിളിച്ചു. തങ്കരാജ് ഒരു പണിയുണ്ട്, ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ശരി, തങ്കരാജ് ചെന്നു, വണ്ടിയാട്ടി വല്ലും ചെന്ന് പള്ളി കോമ്പൗണ്ടിലേക്ക് കയറി. പള്ളി കോമ്പൗണ്ടിലേക്ക് ഒളിച്ചു കിടക്കാൻ പറ്റൂലല്ലോ JCB, ഇല്ല, ഓടിച്ചുകൊണ്ട് ചെല്ലണം അല്ലേ? JCB വന്നാൽ ആരും കാണും, ആരും കാണാതെ കൊണ്ടുവല്ലാനും പറ്റില്ല. അങ്ങനെ ചെന്നു തങ്കരാജ്. അവിടെ ഒരു ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. ഖബർസ്ഥാൻ നികത്തി ആ മണ്ണെടുത്തിട്ട് ഇപ്പുറത്തെ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞ് ഇപ്പുറത്തേക്ക് ഇട്ടു. 69 ലോഡ് മണ്ണ് മാറ്റി. 69 ലോഡ് മണ്ണ് മാറ്റി. ആരും കാണാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അല്ലേ? 69 ലോഡ് മണ്ണ് മാറ്റണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? അപ്പോൾ തങ്കരാജ് അങ്ങനെ മണ്ണൊക്കെ മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷി വകുപ്പിലെ ആൾക്കാർ വന്നു. ഇത് നിങ്ങൾ നികത്തുന്ന ഭൂമി ഡാറ്റാ ബാങ്കിലുള്ളതാണ്, വെറ്റ്ലാൻഡാണ്, നികത്താൻ പാടില്ല എന്നും പറഞ്ഞ് കൃഷി വകുപ്പുകാർ ഉടക്കുക. കാരണം നമ്മുടെ നാട്ടിലെ ഈ പാടശേഖരങ്ങൾ നികത്താൻ പാടില്ല. കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് ഉണ്ട്, 2008 നിയമമാണ്. 2006 നിയമമാണ്. അതുപ്രകാരം ചെയ്യാൻ പറ്റില്ലെന്ന് കൃഷി വകുപ്പ് ഉടക്കി വെച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചന്ദേര പോലീസും വന്നു. പോലീസ് വന്നിട്ട് JCB എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ തങ്കരാജിൻ്റെ JCB കൊണ്ട് പോലീസ് പോയി. സ്വാഭാവികമായിട്ടും സിനുവിൻ്റെ വീട്ടിൽ ഞാൻ പണിക്ക് വന്നു കഴിഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ JCB കൊണ്ടൊക്കെ മാറിയിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് വന്ന് പോലീസ് ഞാൻ നികത്തി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ സിനുവും കൂടെ പ്രതിയാവും അല്ലേ? അതെ, ഉറപ്പാണല്ലോ. ഉറപ്പാണ്. പ്രതിയാവാതിരിക്കാൻ സിനുവിനൊരു പണിയുണ്ട്. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് സുനിൽ വടയാർ എന്ന് പറയുന്ന ഭീകരൻ എൻ്റെ പറമ്പിൽ അനധികൃതമായി കയറി JCB കൊണ്ട് മണ്ണ് മാറി നികത്തി എന്ന് പറഞ്ഞ് എനിക്കെതിരെ സിനു ഒരു കേസ് കൊടുത്താലോ? സിനു രക്ഷപ്പെട്ടു, ഞാൻ പെട്ടു അല്ലേ? അങ്ങനെ ചെയ്യൂ ആളുകൾ. അങ്ങനെ ചെയ്തു. നമ്മുടെ പള്ളി കമ്മിറ്റി എന്ത് ചെയ്തു? നേരെ തങ്കരാജിനെതിരെ കേസ് കൊടുത്തു. ഞങ്ങളറിയാതെ ഞങ്ങളുടെ ഭൂമി കയറി മണ്ണ് വന്തിയെടുത്തു, നികത്തി. എവിടെ? ഏത് ഭൂമിയിൽ? പള്ളി ഭൂമിയിൽ. ഏത് പള്ളി? മുസ്ലിം പള്ളി. പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ആളുകൾ പറയും പള്ളിയല്ല, പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയാണ്. അത് മോസ്കാണ്. നമ്മൾ ഒരുപാട് ക്രൈസ്തവ സഹോദരന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മോസ്ക് എന്നേ പറയുന്നുള്ളൂ. മാറിപ്പോണ്ട. മോസ്ക് കമ്മിറ്റി, മസ്ജിദ് കമ്മിറ്റിയുടെ അകത്തോട്ട് ഒരു JCB ഓടിച്ചൊരു ഓട്ടോറിക്ഷ നിങ്ങൾ നിയമവിരുദ്ധം ഓടിച്ച് കെട്ടി നിയമവിരുദ്ധമായിട്ട് വേണ്ട, നിയമപരമായിട്ട് തന്നെ ഓടിച്ചിട്ട് ആരാന്ന് പറഞ്ഞാൽ ഓടി വരില്ല, ആൾ വരുമല്ലോ. അപ്പോൾ JCB വന്ന് ഖബർസ്ഥാൻ മാന്തി നികത്തിയൊക്കെ പോയിട്ട് അറിഞ്ഞില്ല മസ്ജിദ് കമ്മിറ്റി. തങ്കരാജിനെതിരെ അവരും കേസ് കൊടുത്തു. അപ്പോൾ എന്തു പറ്റി? തങ്കരാജ് പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം JCBക്ക് ഫൈൻ അടിച്ചു 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ ഫൈൻ അടിച്ചു. തങ്കരാജ് പറഞ്ഞു ഞാനല്ല, എന്നെ അവർ വിളിച്ചിട്ടല്ലേ, എനിക്ക് പള്ളിക്കകത്ത് മസ്ജിദിനകത്ത് അനുവാദം കൂടാതെ അതിൻ്റെ കോമ്പൗണ്ടിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആരും കേട്ടില്ല, പോലീസുകാരും കിട്ടില്ല. മഹാനായ ഒരു SI ഉണ്ടായിരുന്നു അവിടെ. മഹാനായ എന്ന് വിളിക്കണം ഇങ്ങനെയുള്ള ഓഫീസർമാരെ. കാരണം ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ. അതെ, ആ ശ്രീദാസ് എന്നോ മറ്റോ ആയിരുന്നു ആ SIയുടെ പേര്. അയാൾ കാണിച്ച വൃത്തികേടെന്ന് പറഞ്ഞാൽ അയാൾ ഈ തങ്കരാജിൻ്റെ സങ്കടം കേട്ടില്ല. ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്കറിയാമല്ലോ, JCB പോലെ ഒരു കൂറ്റൻ മെഷീനുമായി ഒരു മസ്ജിദിൻ്റെ കോമ്പൗണ്ടിൽ അവരുടെ അനുവാദം കൂടാതെ അവരറിയാതെ ട്രസ്പാസ് ചെയ്ത്
ഒരാൾക്ക് കയറി മണ്ണ് മാന്തിയെടുത്ത് ഒരു വെറ്റ് ലാൻഡ് നികത്താൻ പറ്റുമോ? അയാൾ പറയുകയാണ് എന്നെ വിളിച്ചിട്ടാണ് പോയത്, ഞാൻ മാത്രമല്ല പ്രതി, എന്നെ പ്രതിയാക്കി അവരെയും പ്രതിയാക്കണം എന്ന് പറഞ്ഞ് കേൾക്കാനുള്ള മനസാക്ഷി ഇല്ലാത്ത ഇതുപോലത്തെ ആളുകൾ കാത്ത് നടത്തുന്നവന്മാരെ മുക്കാലി കെട്ടി അടിക്കണം. കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാത്ത ആളുകളാണ്. നിയമം ആർക്ക് വേണ്ടിയിട്ടാണ് സിനു? മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ലേ? ആ മനുഷ്യൻ്റെ നിലവിളി കേൾക്കട്ടെ. ഒരു സാധു മനുഷ്യൻ പറയുകയാണ് എന്നെ വിളിച്ചിട്ട് പോയി, എനിക്കറിയില്ല നിയമം. JCB ഓടിക്കുന്നവൻ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, നാട്ടിലെ ഭൂനിയമം, കാർഷിക നിയമം, പാടി ലാൻഡ് നികത്തുന്ന നിയമമൊക്കെ അറിയാൻ പറ്റുമോ? ഒന്നും അറിയാൻ പറ്റില്ല. അയാൾക്കറിയാം, അയാൾ വിളിച്ചു പണിക്ക് പോയി. പള്ളിക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് മസ്ജിദുകാർക്ക് ചെയ്യാൻ അധികാരമുള്ള ഭൂമിയാണ്, അവർ വിളിച്ചു പണി ചെയ്തു. അവസാനം വന്നപ്പോൾ സംഗതി മാറിയപ്പോൾ അവർക്ക് ഇയാൾക്കിട്ട് വെച്ചു, ഇയാൾ തങ്കരാജാണല്ലോ, വേണമെങ്കിൽ അവനിട്ട് പണി കൊടുത്താൽ കുഴപ്പമൊന്നും അവർക്ക് ഖേദമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും. കാരണം മനസാക്ഷി ഉണ്ടെങ്കിൽ SI മാത്രമല്ല ആ മസ്ജിദ് കമ്മിറ്റിക്കാരും കൂടി ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഈ മനുഷ്യൻ്റെ ജീവിതമാർഗ്ഗമാണെന്ന് കരുതണ്ടേ? ഇല്ല, അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ കാഫറല്ലേ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞാൻ പറയുന്നത് എൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതാണ്. തീർന്നില്ല. ഈ JCB പിടിച്ചല്ലോ, അവസാനം കളക്ടർ എടുത്ത് കേസെത്തി. കാരണം ഈ കേരള കൺസർവേഷൻ ഓഫ് പാടി ലാൻഡ് ആക്ട് പ്രകാരം ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കളക്ടർക്ക് അധികാരമുണ്ട്. കാരണം റവന്യൂ വകുപ്പിൻ്റെ റവന്യൂ നിയമമാണ്. അപ്പോൾ ഇങ്ങനെ നിയമവിരുദ്ധമായി പാടം നികത്തിയാൽ നികത്താൻ ഉപയോഗിക്കുന്ന യന്ത്ര സാമഗ്രികൾക്ക് ഫൈൻ അടയ്ക്കുമ്പോൾ അതിൻ്റെ വില കണക്കാക്കിയിട്ട് അതിൻ്റെ 1.5 ഇരട്ടി ഫൈൻ അടിക്കും. അപ്പോൾ JCBയുടെ വില കളക്ടർ കണക്കാക്കി 29,90,000 രൂപ JCBക്ക് വിലയുണ്ട്. ഡിപ്രീസിയേഷനൊക്കെ ഉണ്ടല്ലോ, ഇത്ര വർഷം പ്രവർത്തിച്ചു, അതിൻ്റെ 1.5 ഇരട്ടിയുടെ പിഴ കിട്ടും. എത്രയാണെന്നറിയോ? 45 ലക്ഷം രൂപ പിഴ. 37 ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്. 45ഉം 37ഉം എത്രയായി? 80. 92 ലക്ഷം രൂപ ഈ പാവം മനുഷ്യന് ബാധ്യത. എന്ത് ചെയ്യും അയാൾ? ആ JCB ചന്ദേര പോലീസ് സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്ത് ദ്രവിക്കുകയാണ്. മനസാക്ഷിയില്ലാത്ത റവന്യൂ അധികൃതരും മനസാക്ഷിയില്ലാത്ത നരാധമനായ ഒരു പോലീസ് ഓഫീസറും. അങ്ങനെ പറയണം. ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്നുണ്ട്, സഹായിക്കണ്ടേ? അയാൾ ഈ പള്ളി കമ്മിറ്റിക്കാരെ കൂടെ ഇതിൽ പ്രതി ചേർത്തിരുന്നെങ്കിൽ അവർ ഒഴിവായിരുന്നോ? ഇല്ലായിരുന്നു. അവരെ ക്ലീനായിട്ട് ഒഴിവാക്കി കൊടുത്തു. ഇയാൾ ഒറ്റയ്ക്ക് അനുഭവിക്കുക. ആ JCB കിടന്ന് അവിടെ തുരുമ്പെടുത്ത് പോവുക. പള്ളി കമ്മിറ്റിക്കാർ ചെയ്തത്. നിങ്ങൾ ദൈവത്തിൻ്റെ പേരിലല്ലേ ആരാധനാലയം നടത്തുന്നത്? ഒരു മനുഷ്യനെ, ഒരു സാധു മനുഷ്യനെ ഒരു ലോൺ എടുത്ത് ഉപജീവന മാർഗമായി ഒരു യന്ത്രം വാങ്ങിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ നിങ്ങൾ പണിക്ക് വിളിച്ച് വരുത്തിയിട്ട് അയാൾക്ക് പണി കൊടുക്കുകയല്ലായിരുന്നു. നിങ്ങൾ നിയമവിരുദ്ധമായി ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഇത് വെറ്റ്ലാൻഡാണ്, നികത്താൻ പാടില്ല എന്നുള്ളത്. ആ പണി ഇയാളെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഇയാൾക്ക് വല്ലതും അറിയാമോ? അവസാനം വന്നപ്പോൾ അയാളെ ദ്രോഹിക്കാൻ കൈ മലർത്തുന്നത് എന്ത് മര്യാദയാണ്, മനുഷ്യത്വമാണ്. എല്ലാ മതങ്ങളും മനുഷ്യനെ സ്നേഹിക്കാനൊക്കെ പഠിപ്പിക്കുന്നില്ല പറയുന്നത്. നിങ്ങളുടെ മതം അത് പഠിപ്പിക്കുന്നില്ലേ? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ എന്താ സിനു ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ? ഒരു മനുഷ്യൻ അയാളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നു. അയാൾ ലോൺ എടുത്തിട്ടൊരു വണ്ടി വാങ്ങുന്നു. എന്നിട്ട് അയാൾ പണിക്ക് വിളിക്കുമ്പോൾ അയാൾ ആ ഉടമസ്ഥൻ പറയുന്നതനുസരിച്ച് പണി ചെയ്യുന്നു. ഇതല്ലാതെ തങ്കരാജ് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. സഹായമായിട്ട് നിൽക്കാനല്ലേ? ഇവർക്കറിയാം. ഇവർ കരുതിയത് ഈ പള്ളിയുടെ മസ്ജിദിന്റെ ഭൂമി ആയതുകൊണ്ട് പാടം നികത്തിയായിരുന്നു ആരും ചോദിക്കാൻ പറ്റത്തില്ലെന്ന് കരുതി. പാടം നികത്തലായിരുന്നു ലക്ഷ്യം. പാടം നികത്തലായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി വിളിച്ചു. അത് കയ്യിൽ നിന്ന് പോയി. കൃഷി വകുപ്പിലെ ആളുകൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് കേസായി. അപ്പോഴേക്ക് എന്ത് ചെയ്തു? ഞങ്ങളുടെ സ്ഥലത്തേക്ക് അനധികൃതമായി കയറി നികത്തി എന്ന് പറഞ്ഞാൽ ഇവരൂരി. എന്നിട്ട് ഇവരൊരു പരാതി പോലീസിൽ കൊടുത്ത. അതെന്തും മര്യാദ കേട്ടോ. അതൊരു മതവിഭാഗത്തിന്റെ കയ്യിലുള്ള സ്ഥലത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു അനധികൃതമായിട്ടൊരു കയ്യേറ്റം, അതും തങ്കരാജ്. തങ്കരാജ്, അതും കാസർഗോഡ് ജില്ലയിൽ. അതൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അല്ല, അത് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ ചതിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ചതിക്കാമോ? അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയാത്തതാണ്. ഒരു മനുഷ്യനോട് എത്ര നീചമായി അധമമായി പെരുമാറാമെന്ന് കരുതുന്ന ഒരു സംഭവമാണിത്. ഈ തങ്കരാജിന് എന്ത് ചെയ്യും? അയാൾക്ക് ഈ 92 ലക്ഷം രൂപയുടെ 45-37 ലക്ഷം രൂപയുടെ ബാധ്യത അയാൾ അങ്ങനെ വീർക്കും. അയാളുടെ കിടപ്പാടം പോകത്തില്ല. അയാളുടെ യന്ത്രം പോയി, JCB പോയി, അയാളുടെ കിടപ്പാടം പോയി. 2 പെൺകുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന ഇരട്ട കുട്ടികൾ, അവരുടെ ചിത്രം കാണാം. ആ കുഞ്ഞുങ്ങളുടെ സത്യത്തിൽ ഈ കേസ് ഒഴിവാക്കിയ പോലീസല്ലേ ആദ്യത്തെ കുറ്റം ചെയ്ത്? അവർക്ക് എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുക? ഇയാൾ അനധികൃതമായിട്ട് കടന്നു കയറി ഇത് ചെയ്ത് അങ്ങനെയാണെങ്കിൽ അവർക്ക് പരാതി കിട്ടി പോലീസിന്. പക്ഷേ ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കണ്ടേ നിജസ്ഥിതി എന്ന് അറിയണം. നിജസ്ഥിതി. കാരണം ഒരു കോമൺ സെൻസിൽ ആലോചിക്കാം. ഒരു മസ്ജിദിന്റെ കോമ്പൗണ്ടിലേക്ക് JCB ഓടിച്ച് കയറ്റി അവിടുന്ന് ടൺ കണക്കിന്
മണ്ണ് മാറ്റി വേറൊരു ഭൂമി നികത്തി അവരാരും അറിയാതെ ചെയ്യുമെന്ന് കോമൺ സെൻസുള്ള സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ ഒരു മനസ്സിലാവും. മതസംഘർഷം ഉണ്ടാക്കാൻ പറ്റുന്ന അതെ, കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പോലീസ് ഈ ശ്രീദാസ് എന്ന് പറയുന്ന SI എന്തന്വേഷിച്ചിട്ടാണ് ഈ നടപടി കൊടുത്തത്? ഇത് ലഭ്യമായ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി വേറെ വെർഷൻ ഉണ്ടെങ്കിൽ ഇവരാരെങ്കിലും വിളിച്ചാൽ നമ്മൾ ആ വെർഷൻ പറയും. പക്ഷേ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ചതിച്ചതാണ് ഈ മനുഷ്യനെ. മസ്ജിദ് കമ്മിറ്റി ചതിച്ചു. കാരണം അവർ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരു നിയമബോധവും ഇല്ലാത്ത ഒരു പാവം തൊഴിലാളിയെ, അയാൾക്കൊരു യന്ത്രം ഉണ്ടായിപ്പോയെന്നല്ലേ ഉള്ളൂ, അയാളും തൊഴിലാളിയാണ്, അയാളെ കൊണ്ടുവന്ന് ചതിപ്പെടുത്തി. പിന്നെയോ ചതിപ്പെടുത്തി, ആദ്യം പറ്റിച്ചു, പിന്നെ ഇത് പുലിവാലായപ്പോൾ അയാൾക്കെതിരെ പരാതി കൊടുത്ത് അയാളെ വീണ്ടും പെടുത്തി. പരാതി കിട്ടിയ പാടെ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ കേസെടുക്കാൻ തയ്യാറായ റവന്യൂ അധികൃതരും പോലീസ് അധികൃതരും ചതിച്ചു. ഒടുവിലോ കളക്ടർ എടുത്തിരുന്നു. കളക്ടർക്കും നിയമം നടപ്പാക്കണം, നിയമം മനുഷ്യന് വേണ്ടിയിട്ടാണ്. ജില്ലാ കളക്ടർ എന്താ ചെയ്തത്? ശരിയാണ്, പിഴ ചുമത്തണം, നിയമം അങ്ങനെയാണ്. അതിന് മതിപ്പ് വിലയുടെ 1.5 ഇരട്ടി പിഴ ചുമത്തണം, അതാണ് നിയമം. പക്ഷെ അത് കൃഷിഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ മനുഷ്യന് ആ ഭൂമി നികത്തിയിട്ട് എന്താ കാര്യം? കാരണം ഇത്രയും വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന പാടം നികത്തിയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ, നമ്മുടെ ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും നശിക്കാതിരിക്കാൻ, കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിയമമുള്ളത്. അത് നമ്മൾ സ്വന്തം ഭൂമി നികത്തിയാൽ നമുക്ക് പിഴയിടാക്കാം. പക്ഷെ തങ്കരാജ് എന്ത് ചെയ്തു? അയാളൊരു ലേബർ അല്ലേ, തൊഴിലാളിയല്ലേ, സ്വന്തമായിട്ടൊരു വീട് പോലും കാണത്തില്ല. അതുകൊണ്ട് അയാളെ പണിക്ക് വിളിച്ചപ്പോൾ ചെന്നിട്ട് ഈ പാടം നികത്തിയതാണ്. പാടമാവട്ടെ വെറ്റ്ലാൻഡ് ആവട്ടെ നിയമവിരുദ്ധമാണ്. തങ്കരാജ് മാത്രമാണ് കുറ്റക്കാർ. ആ തങ്കരാജിനെ മാത്രം നിങ്ങൾ കുറ്റവാളിയാക്കി ഈ പിഴ ചുമത്തുമ്പോൾ ഈ അന്യായം ചെയ്യാൻ ആലോചിക്കുകയും ക്രിമിനൽ ഒഫൻസ് നടപ്പാക്കുകയും ചെയ്ത അതിൻ്റെ അധികൃതരുണ്ടോ? ഈ പണിക്ക് വിളിച്ച ആളുകളെ നിങ്ങൾ സ്പെയർ ചെയ്തത് ചതിയല്ലേ? ചതിച്ചത് ആരൊക്കെയാണ്? ദൈവത്തിൻ്റെ പേരിൽ ഒരാരാധനാലയം നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ ദൈവം ഉണ്ടാവില്ല. നിങ്ങൾ വിളിച്ച അള്ള കേൾക്കില്ല. ഒരു മനുഷ്യനെ ജീവിതം എടുത്ത് ചുടലയിൽ വെക്കുന്നത് പോലെയുള്ള പ്രവൃത്തി ചെയ്ത് എങ്ങനെ ജീവിക്കും തങ്കരാജ്? ആ കുടുംബം, നിങ്ങൾ ആ ചിത്രം ഇതിനോടൊപ്പം ഉണ്ട്. അയാളുടെ ഭാര്യയുടെയും ആ കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് നോക്കൂ. നിസ്സഹാരായ ഈ പുകയില പോലെ കരിഞ്ഞുണങ്ങിയ 4 മനുഷ്യ ജീവിതങ്ങളാണ്. അവരെന്ത് ചെയ്യും? അവർ ആത്മഹത്യ ചെയ്യണോ? എനിക്കറിയില്ല. നിയമത്തിനും സിസ്റ്റത്തിനും സംവിധാനത്തിനും ഒന്നും കണ്ണില്ല. പക്ഷെ മതങ്ങൾക്ക് കണ്ണും കാതും ഉണ്ടാവണം, അല്ലേ? അതെ. ഈ നിയമവും സംവിധാനങ്ങളൊക്കെ പരാജയപ്പെടുന്നിടത്ത് മനുഷ്യനെ ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും രക്ഷയുടെ വഴി കാട്ടിക്കൊടുക്കാനുമാണ് മതങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു മതസ്ഥാപനമാണ് ഈ അരും ചതി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ സിസ്റ്റവും വലിയ കഷ്ടമാണ്. കേരളത്തിൽ ഇങ്ങനെയും നടക്കും. തങ്കരാജിൻ്റെ കഥ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വർത്തമാനത്തിൽ ഉൾപ്പെടുത്തിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.